ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങി മുതൽ എല്ലാം ചോദിക്കുന്നവരാണ് ഞാൻ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, എന്താണ് എൻ്റെ കമ്പനി ചെയ്യുന്നത്, എന്ത് പ്രൊഡക്റ്റാണ് സെല് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇത്ര കാലം ഞാൻ റിവീൽ ചെയ്തിട്ടുണ്ടാവില്ല, അപ്പോൾ ഇന്ന് റിവീൽ ചെയ്യാൻ സമയമായെന്ന് തോന്നുന്നു. 0 to 3 ഏജുള്ള കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ടോയ് ബ്രാൻഡ് ആയിട്ടാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നമ്മളിപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ടുള്ള ലൈക്ക് ഒരു കോൺസെപ്റ്റിലോട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 0 to 3 ഏജിലാണ് കുട്ടികളുടെ 85% ഓഫ് ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റിമുലേഷൻസ് ബ്രെയിന് കൊടുക്കുകയാണെങ്കിൽ അവർ അക്കാഡമിക്കലിയും സോഷ്യലി ഇമോഷണലി ഒക്കെ റെസ്റ്റ് ഓഫ് ദ ലൈഫിൽ വെല്ലായി പെർഫോം ചെയ്യുന്നുള്ളതാണ് സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മുടെ നാട്ടിലെ കുട്ടികൾ കൊടുക്കുന്നത് എന്താണ്? ഒന്നെങ്കിൽ മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്ത് അവരെ എങ്ങനെ എൻഗേജ് ചെയ്തിരുത്തുക എന്നുള്ളത് മാത്രമാണ് ലൈക്ക് ചെയ്യാറുള്ളൂ. അല്ലാതെ സയന്റിഫിക് ആയിട്ട് അവരെ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യണോ, ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള ഏർലി സ്റ്റിമുലേഷൻസ് റെസ്റ്റ് ഓഫ് ദ ലൈഫിൽ ഗുണമാവുന്ന മാത്രമല്ല, ഈവൻ ലേണിംഗ് ഡിലേസ് പോലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റുന്നു ഈവൻ നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്കിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ഡെവലപ്മെന്റിൽ ടോയ് കിറ്റ് ഉണ്ടാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആവും. നമ്മൾ ആദ്യം അതിനാണ് ട്രൈ ചെയ്തത്. പക്ഷേ നമുക്ക് തന്നെ അറിയാം, ലൈക്ക് നമ്മൾ അത്തരത്തിലുള്ള കിറ്റ് കിട്ടി എന്താ ചെയ്യാൻ പോകുന്നത്? 2 ജെൽസ് ഇപ്പോൾ ഉപയോഗിക്കും, അതിനുശേഷം അത് ചവിട്ടുട്ടിയിലിടും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്തില്ലെങ്കിൽ, സ്റ്റിമുലേറ്റ് ചെയ്തില്ലെങ്കിൽ ഈ കൊടുക്കുന്നതിനോ മേടിക്കുന്നതിനോ ഒരു കാര്യമില്ല. അപ്പം അത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിമുലേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പാരൻസിനെ ലൈക്ക് എൻകറേജ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സൊല്യൂഷനാണ് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് അതിനുള്ള സൊല്യൂഷനായിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. സോ സ്റ്റേ ട്യൂൺഡ്.